എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് ഒരു വീടിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു എൻജിനീയറെ പോയി കാണുക, എൻജിനീയർ വരിക, അദ്ദേഹം അത്യാവശ്യം വാസ്തുവൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്ലാൻ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ വീട്ടുകാരൻ്റെ സങ്കല്പം, സ്വപ്നം, അല്ലെങ്കിൽ ഒരു വീട് വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്താൻ പല ആളുകളും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ പച്ചയായ ഒരു കാര്യമാണ്. നമ്മളുടെ മനസ്സിൽ ഒരു വീടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം വരുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ വീടുകളും പോയി കാണുകയും അതിലെന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് മലയാളികൾ. വീടിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നതും മലയാളികൾ തന്നെയാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പം ഒരു എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ വർക്ക് തയ്യാറാക്കി അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് നമുക്കൊരു പെർമിറ്റും ഒക്കെ എടുത്ത് തരും. അത് സത്യമായ കാര്യമാണ്. എന്നാൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനാണ്. അത് പല ആളുകളും അത് ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പോലും നമ്മളുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമാണ് ആ ഇൻറ്റീരിയർ ഡിസൈനായിട്ട് നമുക്ക് പകർത്തേണ്ടത്. ഇപ്പം നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം വരുമ്പോൾ ആ മാസ്റ്റർ ബെഡ്റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിൽ ബെഡിൻ്റെ പൊസിഷൻ, വീടിൻ്റെ ദർശനം അനുസരിച്ച് ആ ബെഡിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ തല വയ്ക്കുന്ന ഭാഗം എങ്ങോട്ടാണ്, അപ്പോൾ അതനുസരിച്ച് വേണം അതിൻ്റെ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ക്രമീകരിക്കാൻ. അതുപോലെ തന്നെ ആ റൂമിനകത്ത് മറ്റ് ടേബിൾ ഇട്ടിട്ട് എന്തെങ്കിലും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലഗ് പോയിൻറ്റുകളോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ നമ്മളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉള്ളത് അവിടെ പകർത്തണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡ്രസ്സിങ് അലമാര. പല ആളുകളും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിടുന്നു, അതനുസരിച്ച് ജനലുകളും മറ്റു കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കുന്നു, ബെഡും എല്ലാം സെറ്റ് ചെയ്ത് കഴിയുന്നുണ്ട്. നേരെ കൊണ്ടുവന്ന് ആ ജനലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ജനൽ മറച്ചുകൊണ്ട് തന്നെ അലമാര വെക്കും. ആ ജനൽ വെക്കുന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ലാത്ത രീതിയിൽ, കാരണം വേറെങ്ങും വെക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഓരോ സാധനങ്ങളും എവിടെ ആ റൂമിനകത്ത് ക്രമീകരിക്കണം എന്നതിനെപ്പറ്റി ഒരാശയം വെച്ചിട്ട് അതിനനുസരിച്ച് വേണം വിൻഡോസ് ആണെങ്കിലും ഈ സ്വിച്ചുകൾ ആണെങ്കിലും ഒക്കെ പ്ലഗ് പോയിൻറ്റുകളുമെല്ലാം നമ്മൾ ക്രമീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്നും നമ്മൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്പേസ്, ആ വാതിലുകൾ കഴിവതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാന ആ റൂമിലേക്ക് കയറി വരുന്ന വാതിലിനോട് ചേർന്ന് തന്നെ ഈ ബാത്റൂമിൻ്റെ വാതിൽ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്പേസ് നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും. അല്ലാതെ റൂമിൻ്റെ വാതിൽ ഒരു ഭാഗത്തും ഈ ബാത്റൂമിൻ്റെ വാതിൽ ഒരു ഭാഗത്തുമാണെങ്കിൽ ഇതിനിടയ്ക്കുള്ള സ്ഥലം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുകയില്ല. പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ 10ക്ക് 10 റൂമാണ്, അതിനകത്തൊരു ഫാമിലി കോട്ട് ബെഡും ഒരു അലമാരയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും അനുകരണമാണ്, ഫാമിലി കോട്ട് ബെഡില്ലാത്ത വീടുകൾ ചുരുക്കമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ റൂമിൽ അത് ക്രമീകരിക്കാനും. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ വരുമ്പോൾ ആ ഡൈനിങ് ഏരിയയിൽ നമ്മുടെ വാഷ് ബേസിൻ എവിടെ കൊടുക്കണം. പലയിടത്തും കാണുന്ന ഒരു പ്രവണതയെന്ന് പറഞ്ഞാൽ ആ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ബാത്റൂം കൊണ്ടുവന്ന് കൊടുക്കുക. അതൊക്കെ തെറ്റായ ഒരു രീതി തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ വാഷ് ബേസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ആദ്യമേ തന്നെ ഒരു പ്ലാൻ ചെയ്യുക. അല്ലാതെ ഇത് പണി കഴിഞ്ഞിട്ട് വാഷ് ബേസ് എവിടെ വെക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു ഡിസൈൻ. അതുപോലെ തന്നെ ഈ ലിവിങ് റൂമിൽ നമ്മൾ ആളുകൾ വന്നിരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് കിച്ചണിലുള്ള കാര്യങ്ങൾ കാണുക. അപ്പോൾ ഒരു പ്രൈവസി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ വേണമെന്നുള്ളതിനെ പറ്റി ഒരു ക്രമീകരണം വേണം. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ വരുന്ന ടി വിയുടെ പോയിൻറ്റുകൾ,
ടി വിയുടെ പോയിൻ്റ് നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്, ലിവിങ് റൂമിൽ എവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് ഈ ടി വിയുടെ കേബിളുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് എടുക്കത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ അത് ചിട്ടപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജ് കിച്ചണകത്താണോ അല്ലെങ്കിൽ വെളിയിലാണോ, ലിവിങ് റൂമിൽ ഡൈനിങ് ഏരിയയിലാണോ, ഇത് എവിടെയാണ് ഇത് വെക്കാനുള്ളത്. അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വാഷിംഗ് മെഷീൻ വെക്കേണ്ടത് എവിടെയാണ്. ഇത് പണി തീർന്നു കഴിഞ്ഞിട്ട് ഈ വാഷിംഗ് മെഷീനും പൊക്കിക്കൊണ്ട് ഇത് എവിടെ വെക്കും എന്നുള്ളതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാൻ വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈൻ അറിയാവുന്ന ഒരാളിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളും കൂടെ ചേർന്നിരുന്നു കൊണ്ട് വേണം കൃത്യമായിട്ടിത് തയ്യാറാക്കാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോവും. കാശ് മുടക്കിയത് മിച്ചം, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒന്നും നടക്കത്തില്ല. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള എലിവേഷൻ നിങ്ങൾ തയ്യാറാക്കണം. എലിവേഷൻ തയ്യാറാക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇതിനകത്ത് പലയിടത്തും ഷോവാളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുകളോട്ട് കെട്ടി വരുന്ന ആ നിമിഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് ചേർത്ത് കെട്ടിപ്പോകാൻ പറ്റും. അതല്ല പിന്നീട് ഇതിൻ്റെ പണി തീർന്നതിന് ശേഷം ഈ ഷോവാളൊക്കെ കെട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കാലക്രമേണ അതിന് ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങളുമായിട്ട് വരും വീഡിയോകളിലൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.